നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ്. 15 സംഘം എത്തിയത് നിലമ്പൂർ വനത്തിലെ പരപ്പൻപാറയിൽ. പ്രദേശത്ത് തണ്ടർബോൾട്ടും പോലീസും ക്യാമ്പ് ചെയ്യുന്നു. കാരാപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് നത്തംകുനി പുല്ലൂർക്കുന്ന് കോളനിയിലെ ചന്ദ്രന്റെ മകൻ രതീഷ്. ഇതുവരെ കാരാപ്പുഴയിൽ മുങ്ങി മരിച്ചത് 55 പേർ. കടമാൻതോട് പദ്ധതി ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്ത കൺവെൻഷൻ കടമാൻതോട് ജനകീയ സമിതി അലങ്കോലപ്പെടുത്തി. കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം. ജനങ്ങളെ കുടിയിറക്കാതെയുള്ള ജലസേചന പദ്ധതി നടത്താൻ എതിർപ്പില്ലെന്ന് കടമാൻതോട് ജനകീയ സമിതി. മേപ്പാടി ബസ് സ്റ്റാൻഡ് 15-നകം തുറക്കും. ബസ് സ്റ്റാൻഡ് തുറക്കാൻ കാലതാമസം നേരിട്ടത് കോൺക്രീറ്റ് ഉണങ്ങാൻ വൈകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വയനാട് ന്യൂസ് ഇംപാക്ട്. വിളവെടുപ്പ് സമയത്ത് വിലയിടിവ്. ജില്ലയിലെ കൊക്കോ കർഷകർ ദുരിതത്തിൽ. വിലയിടിവിന് കാരണം കൊക്കോയുടെ ഇറക്കുമതി. പുൽപ്പള്ളി താഴെയങ്ങാടി ജനവാസ കേന്ദ്രത്തിലെ വിദേശ മദ്യശാല മാറ്റിസ്ഥാപിച്ചതിന് പിന്നിൽ അഴിമതി നടന്നതായി KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം. മദ്യശാല മാറ്റത്തിന് പിന്നിൽ CPM-ഉം BJP-യും മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും KK എബ്രഹാം. വാർത്തകൾ വിശദമായി. വടുവഞ്ചാൽ പരപ്പൻപാറയിൽ സോമനടക്കം 15-അംഗ മാവോവാദി സംഘം എത്തിയതായി റിപ്പോർട്ട്. പരപ്പൻപാറയിലെ ചോലനായ്ക്ക കോളനിയിലാണ് ഇന്നലെ വൈകിട്ട് 6:30 മാവോയിസ്റ്റ് സംഘം എത്തിയതായി വിവരമുള്ളത്. 8 കുടുംബങ്ങളുള്ള കോളനിയിലെ വെള്ളയുടെ വീട്ടിലെത്തിയ സോമൻ കാടാശ്ശേരിയിലേക്കുള്ള വഴി ചോദിച്ചു. തങ്ങൾ 15 പേരുള്ളതായി വെള്ളയോട് ഇയാൾ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ട് അടക്കമുള്ള പോലീസ് സംഘം രാവിലെ മുതൽ പ്രദേശത്ത് പരിശോധന നടത്തി. കോളനിക്ക് തണ്ടർബോൾട്ട് കാവലേർപ്പെടുത്തി. കാരാപ്പുഴ ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെ കാണാതായ രതീഷിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെ കാരാപ്പുഴ ഡാമിൽ നത്തംകുനിക്കടുത്ത് റിസോർട്ടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ജൂൺ 7-നാണ് പുല്ലൂർക്കുന്ന് ആദിവാസി കോളനിയിലെ ചന്ദ്രന്റെ മകൻ രതീഷിനെ അണക്കെട്ടിൽ കാണാതായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. സംഭവം നടന്ന സ്ഥലത്തുനിന്ന് 500 മീറ്റർ അകലെയാണ് മൃതദേഹം പൊങ്ങിയത്. ഇതുവരെ 55 പേർക്ക് കാരാപ്പുഴ അണക്കെട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാരാപ്പുഴ ഡാമിൽ വീണ്ടും അപകട മരണമുണ്ടായത്. നത്തംകുനിയിൽ മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ച രതീഷിന്റെ മരണമാണ് ഒടുവിലത്തേത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാരാപ്പുഴ അണക്കെട്ടിൽ അപകട മരണം സംഭവിക്കുന്നത്. വ്യത്യസ്ത സംഭവങ്ങളിലായി 55 പേരാണ് ഇതുവരെ കാരാപ്പുഴ അണക്കെട്ടിൽ മുങ്ങി മരിച്ചത്. ഇതിലേറെയും മീൻ പിടിക്കാൻ ഇറങ്ങുന്നവരായിരുന്നു. കാരാപ്പുഴ റിസർവോയറിന് സമീപമാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നിരുന്നത്. ഫിഷറീസ് വകുപ്പ് ഡാം റിസർവോയറിന് പരിസരത്തെ മീൻപിടുത്തം നിരോധിക്കുകയും വേലികെട്ടി പ്രവേശനം വിലക്കുകയും ചെയ്തതോടെയാണ് ഈ ഭാഗത്തെ അപകടം കുറഞ്ഞത്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. മദ്യപിക്കാനെത്തുന്നവരും കുളിക്കാനിറങ്ങുന്നവരും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. വിനോദസഞ്ചാരികളായ ചിലർക്കും ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു. അപകട മരണം ഇല്ലാതിരുന്ന വർഷമായിരുന്നു 2016. ഈ വർഷത്തെ ആദ്യത്തെ അപകടമാണ് നത്തംകുനിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഡാമിന്റെ ഉൾപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന അണക്കെട്ടിൽ ഇറങ്ങരുത് എന്ന സൂചനാ ബോർഡുകൾ നശിച്ചത് കാരണം പലരും വെള്ളത്തിലിറങ്ങുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാവുകയാണ്. സ്വാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. കടമാൻതോട് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളി ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്ത കൺവെൻഷൻ പ്രതിഷേധത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടു. കടമാൻതോട് പദ്ധതി നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ളവർ വേദി കയ്യേറിയതാണ് കൺവെൻഷൻ അലങ്കോലപ്പെടാൻ കാരണം. പിന്നീട് പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. കബനി ഓഡിറ്റോറിയത്തിൽ ഇന്ന് 11 മണിക്ക് നടന്ന കൺവെൻഷനിലാണ് പ്രതിഷേധക്കാർ സ്റ്റേജ് കയ്യേറിയത്. കടമാൻതോട് പദ്ധതി നടപ്പായാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിയിറങ്ങേണ്ടി വരുമെന്നും അതിനാൽ വൻകിട പദ്ധതികൾ നടപ്പിലാക്കാതെയും കർഷകരെ കുടിയിറക്കാതെയുമുള്ള ചെറുകിട പദ്ധതി മതിയെന്നാരോപിച്ചായിരുന്നു 50ഓളം വരുന്ന പ്രതിഷേധക്കാർ യോഗസ്ഥലത്തെത്തിയത്. പിന്നീട് ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. യോഗം നടത്താൻ പോലും പ്രതിഷേധക്കാർ അനുവദിച്ചില്ല. സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾ മാത്രമേ തങ്ങൾക്ക് ആവശ്യമുള്ളൂവെന്നും അതിനാൽ മുൻകാലങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച കടമാൻതോട് പദ്ധതി വീണ്ടും തുടങ്ങാൻ അനുവദിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇതിനെ തുടർന്ന് യോഗം മാറ്റിവെച്ചു. ജനങ്ങളെ കുടിയിറക്കാതെ ചെറിയ ജലസേന പദ്ധതികൾ ആരംഭിക്കുന്നതിനും തങ്ങൾക്ക് എതിർപ്പില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇറിഗേഷനിലൂടെ ഈ 2 പഞ്ചായത്തിൽ തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സഹായിക്കണം. ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ യോഗം നടക്കുന്നതിന് ഭരിക്കുന്ന സർക്കാരിന്റെ യാതൊരു രീതിയിലുള്ള സപ്പോർട്ടുകളോ പഞ്ചായത്തിന്റെ സപ്പോർട്ടോ ഇല്ല. വയനാട് ന്യൂസ്, പുൽപ്പള്ളി.
ജനാധിപത്യ രീതിയിൽ കടമാൻതോട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ജനകീയ കൺവെൻഷൻ ചില തൽപര കക്ഷികളുടെ ഗൂഢാലോചനയുടെ ഫലമായി അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്ന് കർമ്മസമിതി കൺവീനർ ജോസ് നെല്ലേടം. സമാധാനപരമായി നടന്നിരുന്ന യോഗം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്നാൽ കബനിജലം കാർഷിക മേഖലയിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി കർമ്മസമിതി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും മതസാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ യോഗം അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. സമാധാനപരമായി വിളിച്ചുകൂട്ടിയ യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്നും ജോസ് നെല്ലേടം ആരോപിച്ചു. 2003 കടുത്ത വരൾച്ചയെ തുടർന്നാണ് കടമാൻതോട് പദ്ധതി ആരംഭിക്കണമെന്ന് ആവശ്യമുയർന്നത്. എന്നാൽ ഇത് കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് വർഷാവർഷങ്ങളിൽ മേഖലയിലുണ്ടാകുന്ന വരൾച്ചയുടെ കാഠിന്യം വർദ്ധിക്കുകയും കുടിവെള്ളക്ഷാമവും കാർഷിക പ്രതിസന്ധിയും കൃഷിനാശവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലുമാണ് പദ്ധതി വേണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നത്. കാവേരി നദീജല ട്രൈബ്യൂണലിന്റെ തീരുമാനപ്രകാരം ലഭിക്കേണ്ട വെള്ളത്തിന്റെ ഒരു ഭാഗമെങ്കിലും ശേഖരിക്കുന്നതിനും ഈ പ്രദേശത്ത് പെയ്ത മഴ കബനിയിലേക്ക് ഒഴുകിപ്പോകുന്ന ജലം തടഞ്ഞു നിർത്തുന്നതിനും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ യോഗം നടത്താൻ പോലും അനുവദിക്കാതെ ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമായി യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം കബനി ജലം കാർഷിക മേഖലയിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി കർമ്മസമിതി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൂർണ്ണമായും ആ ഭൂമി ഏറ്റെടുത്ത് ഒരു പൊതുജന സമന്വയത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ 2 പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും കത്തുകൾ നൽകി 2 ആഴ്ചയോളം വളരെ ശ്രമകരമായ രീതിയിൽ ഇവിടെ 10-400 ആളുകളെ സംഘടിപ്പിച്ചു. അതിനിടയിൽ ആ കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കി പരസ്പരം ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളെയും പരസ്പര കൂട്ടായ ചർച്ചയിൽ 2 ആളുകളുടെയും പ്രശ്നങ്ങൾ ഒരുപോലെ പഠിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ കൺവെൻഷൻ നമ്മൾ വിഭാവനം ചെയ്തത്. അതിൽ ദൗർഭാഗ്യവശാൽ ചില ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ പരിപാടി പൊളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നവീകരണത്തിനായി അടച്ചിട്ട മേപ്പാടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ജൂൺ 15ഓടെ തുറന്നുകൊടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്തത് കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടായത് വയനാട് ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. കോൺക്രീറ്റ് ഉണങ്ങേണ്ടത് കാരണമാണ് ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ താമസം നേരിട്ടതെന്ന് കെ സഹദ് പറഞ്ഞു. വയനാട് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ട് കാണാൻ സാധിച്ചു. ഗ്രാമപഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ന്യൂസായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാലതാമസം ഉണ്ടാക്കിയതല്ല. അതിൻ്റെ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ഭാഗം ഉണങ്ങാൻ ഇത്ര ദിവസം വേണമെന്നുള്ള എയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വൈകിയത്. ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരാഴ്ചക്കകം പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി എല്ലാവിധ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൊതുസമൂഹത്തിന് വേണ്ടി അത് തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഇത്രയും കാലം ജനങ്ങൾ സഹായിച്ചതുപോലെ തന്നെ 2-3 ദിവസം കൂടി അത് ക്ഷമയോടുകൂടി നിന്നാൽ മാത്രമാണ് അതിന് ബാക്കി കാര്യം ചെയ്യാൻ കഴിയുള്ളൂ. കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഉണങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാലതാമസം മാത്രമാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. വിളവെടുപ്പ് സമയത്തെ വിലയിടിവ് കൊക്കോ കർഷകർക്ക് ദുരിതമാകുന്നു. ഒരു മാസം മുൻപ് 20 രൂപയുണ്ടായിരുന്ന കൊക്കോയ്ക്ക് കിലോഗ്രാമിന് ഇപ്പോൾ വിപണി വില 12 രൂപയായാണ് താഴ്ന്നിരിക്കുന്നത്. കൊക്കോയുടെ ഇറക്കുമതിയാണ് വിലയിടിവിന് കാരണമായി പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പച്ചക്കൊക്കോയ്ക്ക് കിലോഗ്രാമിന് 20 രൂപയും ഉണക്കപ്പരിപ്പിന് 210 രൂപയും വില ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പച്ചക്കായ്ക്ക് 12 രൂപയും പരിപ്പിന് 140 രൂപയുമായാണ് വില താഴ്ന്നിരിക്കുന്നത്. കൊക്കോ കൃഷിയിൽ രോഗബാധയ്ക്ക് പുറമെ പക്ഷികൾ, എലി, അണ്ണാൻ, കുരങ്ങ് എന്നിവയുടെ ശല്യത്തിൽ നിന്നും സംരക്ഷിച്ചാണ് കർഷകർ നിലവിലുള്ള കായ് പറിച്ചെടുത്ത് മാർക്കറ്റിലെത്തിക്കുന്നത്. എന്നാൽ വിലയില്ലാത്ത മൂലം മുടക്കുമുതൽ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് കർഷകർക്ക്. ജില്ലയിൽ നിന്നും കൊക്കോ സംഭരണം നടത്തുന്ന കാഡ്ബറിയും മറ്റ് സ്വകാര്യ ഏജൻസികളും വിളവെടുപ്പ് സമയത്ത് കൃത്രിമ വിലയിടിവ് സൃഷ്ടിക്കുകയാണെന്നാണ് ആരോപണം. കൃഷി പ്രോത്സാഹനം നൽകിയ ഏജൻസികൾ തന്നെ വിളവെടുപ്പ് സമയത്ത് കർഷകരെ ചതിച്ചതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൊക്കോയ്ക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്താൻ സർക്കാരിനും കഴിയുന്നില്ലെന്ന ആരോപണമുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ കൊക്കോ ഇറക്കുമതി നടത്തുന്നതാണ് ഇപ്പോഴത്തെ വിലയിടിവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വിളവെടുപ്പ് സമയത്ത് വിലയിടിവ് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വയനാട് ന്യൂസ്, ബത്തേരി. പുൽപ്പള്ളി താഴെയങ്ങാടിയിലെ ജനവാസ കേന്ദ്രത്തിന് സമീപത്തെ കെട്ടിടത്തിലേക്ക് വിദേശ മദ്യശാല മാറ്റി സ്ഥാപിച്ചതിന് പിന്നിൽ അഴിമതി നടന്നതായി KPCC സെക്രട്ടറി കെ എബ്രഹാം. മദ്യശാല മാറ്റിയതിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ലോബിയുമായി ബന്ധമുള്ള പഞ്ചായത്ത് ഭരണസമിതിയിലെ ഉന്നതരാണെന്നും അബ്രഹാം ആരോപിച്ചു. CPM ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം. CPM-ഉം BJP-യും മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മാസം 31-ാം തീയതി അവിടെ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഒരു മദ്യഷാപ്പ് തുറക്കാൻ കഴിയുള്ളൂ. അത് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് പഞ്ചായത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾ CPM-ൻ്റെയും BJP-യുടെയും ഈ മൗന പാലിക്കുന്ന നിലപാടിനെ കുറിച്ച് ജനങ്ങൾക്ക്
സംശയമുണ്ട്. വളരെ അടിയന്തരമായി CPM-ഉം BJP-യും ഈ ജനവാസ കേന്ദ്രത്തിൽ വിദ്യാലയങ്ങളുടെ സമീപം ആരാധനാലയങ്ങൾക്ക് നടുക്ക് ഈ മദ്യഷാപ്പ് സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കണം. ജനങ്ങളോട് അവർ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കണം. ജനങ്ങൾക്ക് ദ്രോഹമായി പ്രവർത്തിക്കുന്ന മദ്യഷാപ്പ് ഉടൻ മാറ്റാൻ നടപടി ഉണ്ടാക്കണം. മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ചാണ്ടി പുന്നക്കാട്ട് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ലിയോ മാത്യു, PTA പ്രസിഡന്റ് ജോർജ് തട്ടാമ്പറമ്പിൽ, ജലജ സജി തുടങ്ങിയവർ സംസാരിച്ചു. ചീരാൽ AUP സ്കൂളിലെ സാമ്പത്തികമായി പിന്നാക്കമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് ചീരാൽ ശാഖ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നെന്മേൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരള ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചീരാൽ ബ്രാഞ്ച് മാനേജർ ആനന്ദൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക വിജയകുമാരി, മല്ലിക സോമശേഖരൻ, മനോജ് എന്നിവർ സംസാരിച്ചു. പുൽപ്പള്ളി പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിച്ച ജലനിധി പദ്ധതി പൂർത്തിയാക്കാത്തത് കാരണം ഗുണഭോക്താക്കൾക്ക് പദ്ധതി ബാധ്യതയായി മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2013-ൽ 9.6 കോടി രൂപ ചെലവ് കണക്കാക്കി ആരംഭിച്ച പദ്ധതി 13 കോടിയായിട്ടും പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. 100% ജനനന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് ജലനിധി. 2510 കുടുംബങ്ങൾ ഉപഭോക്താക്കളായ ഈ പദ്ധതി പ്രദേശത്തിന്റെ ജലദൗർലഭ്യത പരിഹരിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 90% വർക്കുകളും പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2016 ഏപ്രിൽ മാസം കമ്മീഷൻ ചെയ്യണമെന്ന എഗ്രിമെന്റോടുകൂടിയാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ നാളിതുവരെയായിട്ടും പ്രദേശങ്ങളിൽ ജലവിതരണത്തിനുള്ള പൈപ്പുകൾ സ്ഥാപിക്കുവാനും പുതിയ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. യാതൊരു മാനദണ്ഡവുമില്ലാതെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും വെട്ടിപ്പൊളിച്ചത് കാരണം കാൽനട പോലും സാധ്യമാവാത്ത അവസ്ഥയാണിപ്പോൾ. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിച്ചതുമൂലം ജലവിതരണം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം റോഡ് ചെളിക്കുളവുമായിട്ടുണ്ട്. 1.5 വർഷമായിട്ടും 10% വർക്ക് പൂർത്തീകരിക്കാൻ ജലനിധി അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥ മൂലം പദ്ധതി പ്രവർത്തനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഈ മാസം 13-ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ രാവിലെ 10 മുതൽ 5 മണി വരെ ഉപവാസ സമരം നടത്തുമെന്നും ഭാരവാഹികളായ സിജു തോട്ടത്തിൽ, ജോഷി കുരിക്കാട്ടിൽ, NR രജീഷ്, ലിജോ ജോർജ്, ജേക്കബ് ആനപ്പാറ, അശ്വിൻ കേളക്കവല, ബിജോയ് ജോസ്, ആദർശ് റിജി, ബിനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ 13-ാം തീയതി ഉപവാസ സമരം ഇരിക്കുന്നത്. അതിനുശേഷം ഈ ഉപഭോക്താക്കൾ അധിവസിക്കുന്ന മേഖലകളിൽ ഞങ്ങൾ വാഹന പ്രചരണ ജാഥ നടത്തും. അതിനുശേഷം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഉപഭോക്താക്കളെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ടിക്കറ്റിംഗ് അടക്കമുള്ള സമരമുറകളാണ് മുന്നോട്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചീരാൽ യൂണിറ്റ് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ S രാധാകൃഷ്ണൻ മാസ്റ്ററെയും ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി KK വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ചീരാൽ യൂണിറ്റ് പ്രസിഡന്റ് TP ഓമനക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. ചീരാൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് നൌഫൽ സാദിഖ്, V ഉമ്മർ, KT ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആസാം കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ മധുരം വിളമ്പുകയാണ് മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂൾ. വയനാട്ടിൽ സ്ഥിരതാമസമാക്കിയ ആസാം സ്വദേശികളുടെ 21 കുട്ടികളാണ് മേപ്പാടി മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിൽ ഇക്കൊല്ലം പഠിക്കാനെത്തിയത്. ഹിന്ദി, ആസാം ഭാഷകൾ മാത്രം അറിയുന്ന ഈ കുട്ടികൾ സ്കൂൾ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മലയാളി കുട്ടികളുടെ പ്രിയ കൂട്ടുകാരായി. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. അക്ഷരസൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം. പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിലാടിപ്പാടി രസിക്കാം. അറിയാ കഥയുടെ ചെപ്പു തുറക്കാൻ ആ വഴി വഴിവായോ, ആ വഴി വഴിവായോ. നാട്ടിലെ ദാരിദ്ര്യങ്ങൾക്ക് നടുവിൽ നിന്ന് മേപ്പാടിയിലെ അട്ടമല HML എസ്റ്റേറ്റിൽ ജോലിക്കായി എത്തിയ ആസാം സ്വദേശികളുടെ കുട്ടികളെയാണ് മുണ്ടക്കൈ സ്കൂളിലെ അധ്യാപകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. 1988-ൽ ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഈ വർഷം പ്രീ പ്രൈമറി അടക്കം 6 ക്ലാസ് മുറികളിലായി 113ഓളം കുട്ടികളാണുള്ളത്. 21 ആസാം കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷത്തിൽ പഠനത്തിനായി എത്തിയത്. ഇവർ 1, 2, 3 ക്ലാസുകളിലായി പഠനത്തിനിരിക്കുന്നു.
ഇതിൽ 13 ആൺകുട്ടികളും 8 പെൺകുട്ടികളുമാണുള്ളത്. ഹിന്ദി, ആസാം ഭാഷകൾ മാത്രമാണ് ഇവർക്ക് അറിയാവുന്നത്. എഴുത്തോ വായനയോ ഈ കുരുന്നുകൾക്ക് അറിയില്ല. ഇന്നുവരെ സ്കൂളുകളുടെ മുറ്റം കാണാത്ത കുട്ടികളെ കൈപിടിച്ച് പ്രായത്തിന് സമാനമായി 1, 2, 3 ക്ലാസ്സുകളിലിരുത്തി 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ അധ്യാപകർ പകർന്നു നൽകുന്നത്. ഇവർ താമസിക്കുന്ന അട്ടമല എസ്റ്റേറ്റ് പാടികളിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവർക്ക് സ്കൂളിലേക്ക് എത്താൻ. എസ്റ്റേറ്റ് മാനേജ്മെന്റാണ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, അറബിക്, ഉറുദു തുടങ്ങിയ വിഷയങ്ങളാണ് ഇപ്പോൾ അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സി സൈദൽവി മാഷിന്റെയും 4 അധ്യാപകരുടെയും കൂടുതൽ ശ്രദ്ധ മറ്റു കുട്ടികൾക്കൊപ്പം ഇവർക്കും നൽകുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള സ്കൂളിന് നാട്ടുകാരുടെയും PTA കമ്മിറ്റിയുടെയും അകമഴിഞ്ഞ സഹായമാണ് ഈ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും പഠനത്തിന് സഹായമാകുന്നതെന്ന് ഹെഡ്മാസ്റ്റർ MT മാത്യു പറഞ്ഞു. 21ഓളം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പുതിയതായിട്ട് പ്രവേശനം നേടിയത്. അതിൽ 1-ാം ക്ലാസ്സിൽ 15 കുട്ടികളും, 2-ാം ക്ലാസ്സിൽ 2 കുട്ടികളും, 3-ാം ക്ലാസ്സിൽ 4 കുട്ടികളും അടക്കം 21 കുട്ടികളാണ് ഈ സ്കൂളിൽ പുതിയതായിട്ട് പ്രവേശനം നേടിയിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കണം. അത് ആസാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ കേരളത്തിൽ വരുമ്പോൾ അവർ അവിടെ അടുത്തുള്ള പൊതുവിദ്യാലയങ്ങളിൽ ചേരുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ നിലയിലാണ് ഈ കുട്ടികൾക്ക് ഇവിടെ പ്രവേശനം കൊടുത്തിട്ടുള്ളത്. മലയാളം തീരെ വശമില്ലാത്ത ഈ 21 കുട്ടികളും മലയാളി കുട്ടികളോടൊപ്പം കളിച്ചു ചിരിച്ച് പഠനം ആഘോഷമാക്കുകയാണ്. വയനാട് മേപ്പാടി. 4 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അപകട ഭീഷണിയായ വൻ വീട്ടിമരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം റവന്യൂ വകുപ്പ് ചെവിക്കൊള്ളുന്നില്ല. ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ പഴയേരി തായനാരി മുഹമ്മദിന്റെ കൃഷിയിടത്തിൽ നിൽക്കുന്ന വീട്ടിമരമാണ് സമീപത്തെ 4 വീടുകൾക്ക് ഭീഷണിയായത്. മുഹമ്മദിന്റെ കൃഷിയിടത്തിൽ നിൽക്കുന്ന വൻ വീട്ടിമരമാണ് സമീപത്തെ 4 കുടുംബങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള ഈ വീട്ടിമരം തായ്വേര് നഷ്ടപ്പെട്ട് സമീപത്തെ വീടുകളിലേക്ക് ഏത് സമയത്തും പതിക്കാമെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു ഭാഗം അടുത്തിടെയാണ് നിലംപതിച്ചത്. ഈ ഭാഗം വീടുകളുടെ മുകളിൽ വീഴാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മരം ചെരിയാൻ തുടങ്ങിയതോടെ മുഹമ്മദ് വില്ലേജ് ഓഫീസ്, താലൂക്ക്, ഫോറസ്റ്റ് എന്നീ ഓഫീസുകളിൽ മരം മുറിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചുവെങ്കിലും അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സ്വന്തം ചിലവിൽ ഈ വൻമരം മുറിച്ച് ഫോറസ്റ്റ് ഡിപ്പോയിൽ എത്തിക്കണമെന്നാണ് ഓഫീസുകളിൽ നിന്നും മുഹമ്മദ് ലഭിച്ച മറുപടി. മരം മുറിച്ച് ഡിപ്പോയിൽ എത്തിക്കാൻ തന്റെ സ്ഥലം വിറ്റാൽ പോലും പണം തികയില്ലെന്നാണ് മുഹമ്മദ് പറയുന്നത്. തഹസിൽദാർക്ക് കൊടുത്തു, വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു, ഫോറസ്റ്റ് ഓഫീസർക്ക് കൊടുത്തു. അവരൊക്കെ പറഞ്ഞത് മുറിച്ച് ഡിപ്പോ കൊണ്ടിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ സ്ഥലം വിറ്റാലും കൂടി ഇത് മുറിച്ച് ഡിപ്പോയിൽ എത്തിക്കാനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇതെന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് മുറിച്ച് നീക്കി തരണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. അതേസമയം മരമുറി വൈകുന്നതോടെ രാത്രികാലങ്ങളിൽ പേടി കാരണം ഉറക്കമുളച്ചാണ് കഴിയുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത്. വീട്ടിമരം എപ്പോൾ വീഴുന്നറിയില്ല. ഒരു കൊമ്പ്, ഒരു മരം തന്നെ ഒടിഞ്ഞു വീണു. ഞങ്ങളെ വീടിന് ഭയങ്കരമായിട്ട് ഭീഷണിയാണ്. അധികാരികളൊന്ന് കണ്ണു തുറന്നതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. അത് ഞങ്ങൾക്ക് പറയാം. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം മരം മുറിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമായിരുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സുമനസുകളുടെ സഹായം തേടി 4 വയസ്സുകാരൻ. അമ്പലവയൽ, കളത്തുവയൽ, കടപ്പാട്ടുകുന്നേൽ ഗിരീഷ്, ആശ ദമ്പതികളുടെ മകൻ ശ്രാവൺ കൃഷ്ണയാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ഉദാരമതികളുടെ സഹായം തേടുന്നത്. 50 ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയ നടത്താൻ നിർധനരായ കുടുംബത്തിന് ആവതില്ല. ഇവരെ സഹായിക്കാൻ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് സഹായം തേടുകയാണ്. 1.5 വർഷം മുൻപാണ് ശ്രാവണിന് രക്താർബുദമാണെന്ന് തിരിച്ചറിഞ്ഞത്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലായിരുന്നു ശ്രാവൺ. പിന്നീട് നടത്തിയ പരിശോധനയിൽ മജ്ജയിലേക്ക് ക്യാൻസർ ബാധിച്ചുവെന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ തിരുവനന്തപുരം RCCയിൽ കുട്ടികളുടെ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കുള്ള സംവിധാനമില്ലാത്തതിനാൽ ശ്രാവണിനെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യമായ ചികിത്സ പൂർത്തിയാക്കി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചാൽ ശ്രാവണിന് രോഗമുക്തി ലഭിക്കുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. എന്നാൽ ചികിത്സയ്ക്കായി ഭീമമായ തുകയാണ് വേണ്ടിവരുന്നത്. ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം 50 ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ ചിലവ്. എന്നാൽ ആശാരിപ്പണിക്കാരനായ ഗിരീഷിനും കുടുംബത്തിനും ഈ തുക ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ശ്രാവണിന്റെ ചികിത്സയുടെ ഭാഗമായി ആഴ്ചയിൽ നടത്തേണ്ട കീമോതെറാപ്പിക്ക് മാത്രം 50,000 രൂപ വീതമാണ് ചിലവ്. മരുന്നിനും മറ്റുമുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള തുക വേറെ കണ്ടെത്തണം. കീമോ പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം 15 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ശ്രാവണിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ഇതിനു പുറമെ 25 ലക്ഷത്തിലധികം രൂപ വേറെയും വേണം. സാമ്പത്തിക സഹായത്തിനായി ഇനി ഇവർ മുട്ടാത്ത വാതിലുകളില്ല, നൽകാത്ത അപേക്ഷകളില്ല. എന്നാലും ഈ ഭീമമായ തുക കണ്ടെത്താൻ ഇവർക്കിനിയും കഴിഞ്ഞിട്ടില്ല. 4 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകന്റെ ജീവിതം തുടങ്ങുന്നതിനു മുൻപ് വന്നു ചേർന്ന ദുരിതം ഇവർക്ക് താങ്ങാകുന്നതിലും അപ്പുറമാണ്. അതിനോടൊപ്പമുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചിരിക്കുന്നു.
ശ്രാവണിന്റെ ചികിത്സാ സംബന്ധിയായി ജോലിക്ക് പോകാൻ വരെ ഗിരീഷിന് കഴിയുന്നില്ല. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തിലാണ് ഇപ്പോൾ ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. ശ്രാവണിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഒരു സാധ്യതയും ഒഴിവാക്കാൻ ഇവർ തയ്യാറല്ല. കാരണം 4 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രാവണിന് ആ അച്ഛന്റെയും അമ്മയുടെയും ജീവനോളം തന്നെ വിലയുണ്ട്. ഇവരെ സഹായിക്കുന്നതിന് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് ആവശ്യമായ 50 ലക്ഷം രൂപ സമാഹരിക്കുകയെന്ന വലിയ ദൗത്യവുമായാണ് കർമ്മസമിതി പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയിലേറെയായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ സഹായം തേടിയിറങ്ങി. ഇപ്പോൾ ശ്രാവണിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം ഈ ദിവസങ്ങളിൽ മുടക്കമില്ലാതെ എത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇവരാണ്. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡംഗം KG പ്രകാശ് രക്ഷാധികാരിയായുള്ള 101 അംഗ കർമ്മസമിതിയാണ് നാട്ടുകാർ രൂപീകരിച്ചിരിക്കുന്നത്. ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കേരള ഗ്രാമീൺ ബാങ്ക് അമ്പലവയൽ ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 40102101029437. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. SNDP യോഗം ബത്തേരി യൂണിയനും മീനാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി പഠനോപകരണ വിതരണവും ശ്രീനാരായണ കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ബത്തേരി ലയൺസ് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം SNDP യോഗം മുൻ ജില്ലാ പ്രസിഡന്റ് KK സോമനാഥൻ മാസ്റ്റർ നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് NK ഷാജി അധ്യക്ഷനായിരുന്നു. SNDP ദേവസ്വം ബോർഡ് അംഗം KK രാജപ്പൻ, മീനാക്ഷി ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം VG സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ യോഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാർത്ഥികൾക്ക് വീതമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. യുവതികളെ യുവാക്കളെ ISIൽ റിക്രൂട്ട് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. അവരുടെ ജീവിത രീതികളെ കുറിച്ച്, അവരുടെ ആചാരങ്ങളെ കുറിച്ച് വലിയ പഠനവും വിവേകവും പരിശീലിപ്പിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് വിവാഹിതനായി എന്ന് കോടതിയിൽ പോലും ബോധിപ്പിച്ച ഹൈക്കോടതി വിവാഹത്തെ സംബന്ധിച്ച് വിവാഹം നടത്തി ഈ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളോടൊപ്പം പോകാതിരിച്ച വൈദ്യുതി സംഭവം സമീപകാല റിപ്പോർട്ടിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഡിവൈഎഫ്ഐ പുൽപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് KP ഷിജു ഉദ്ഘാടനം ചെയ്തു. CD അജീഷ് അധ്യക്ഷനായിരുന്നു. കനറ ബാങ്ക് മാനേജർ മനു, CG പ്രദീപ്, PA മുഹമ്മദ്, KR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരി കോടതി പരിസരത്ത് നിരോധിത പാർക്കിംഗ് മേഖലയിൽ വ്യാപകമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പൊതുമരാമത്ത് വകുപ്പിന്റെ സാധന സാമഗ്രികൾ ഇറക്കിയിട്ടിരിക്കുന്നതും ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ദിവസേന അപകടങ്ങൾ സംഭവിക്കുന്ന ഈ ഭാഗത്തെ പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ദേശീയപാതയിൽ തിരക്കേറിയ മാനിക്കുനിയിലുള്ള കോടതി പരിസരത്താണ് അനധികൃത പാർക്കിംഗ് നടക്കുന്നത്. ഈ ഭാഗത്ത് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ചരക്ക് ലോറികളടക്കമുള്ള വാഹനങ്ങളും പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് റോളറുകളും ടയർ മിക്സിംഗ് അടക്കമുള്ള സാധന സാമഗ്രികളുമാണുള്ളത്. ഇത് ഈ വഴിയുള്ള വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. ഇരുഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വാഹനങ്ങൾ എത്തുന്നതോടെ വശം ഒതുങ്ങി കൊടുക്കുമ്പോഴാണ് അപകടം ഏറെയും ഉണ്ടാകുന്നത്. നോ പാർക്കിംഗ് ബോർഡുകളും കോടതിയുടെ മുന്നറിയിപ്പ് ബോർഡും അവഗണിച്ചാണ് പാർക്കിംഗ് നടക്കുന്നത്. വർഷങ്ങളായി ഇത്തരത്തിൽ പാർക്കിംഗ് നടന്നിട്ടും ഇത് തടയുന്നതിനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. ഈ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് കോടതി പരിസരത്താണ്. കോടതിയുടെ മുമ്പിൽ ഒരു വാഹനങ്ങൾ പോലും അനധികൃതമായി നിർത്തിയിടാൻ പാടില്ല എന്ന് അവിടെ ബോർഡ് വരെ വെച്ചിട്ടുണ്ട്. നിരന്തരം ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ പല ദിവസങ്ങളിലും ഇവിടെ ആക്സിഡൻറ്റ് വരെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. PWDയുടെ വണ്ടി, പ്രൈവറ്റ് വണ്ടി, റോഡ് പണിക്കുള്ള വണ്ടികളെല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുക. ഇതൊക്കെ ഇവിടെ ജനങ്ങൾക്കും അതേപോലെ മറ്റ് ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും ഇവിടുത്തെ പോലീസ് അധികാരികൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു പരസ്യ ബോർഡ്, ഒരു കോടതിയുടെ ബോർഡ് വരെ വെച്ചിട്ട് ഇത് മാറ്റിടാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു കെടുകാര്യസ്ഥ തന്നെയാണ്. വയനാട് ന്യൂസ്, ബത്തേരി. യെച്ചൂരിക്കെതിരെ സംഘപരിവാർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPIM ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് അബ്ദുറഹിമാൻ, KC യോഹന്നാൻ, C ശിവശങ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വതന്ത്ര മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ VV ബേബി അധ്യക്ഷനായിരുന്നു. സുരേഷ് താളൂർ, K ഷമീർ, CK സഹദേവൻ, P വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ്. 15 സംഘം എത്തിയത് നിലമ്പൂർ വനത്തിലെ പരപ്പൻപാറയിൽ. പ്രദേശത്ത് തണ്ടർബോൾട്ടും പോലീസും ക്യാമ്പ് ചെയ്യുന്നു. കാരാപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് നത്തംകുനി പുല്ലൂർക്കുന്ന് കോളനിയിലെ ചന്ദ്രന്റെ മകൻ രതീഷ്. ഇതുവരെ കാരാപ്പുഴയിൽ മുങ്ങി മരിച്ചത് 55 പേർ. കടമാൻതോട് പദ്ധതി ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്ത കൺവെൻഷൻ കടമാൻതോട് ജനകീയ സമിതി അലങ്കോലപ്പെടുത്തി. കൺവെൻഷൻ അലങ്കോലപ്പെടുത്തിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം. ജനങ്ങളെ കുടിയിറക്കാതെയുള്ള ജലസേചന പദ്ധതി നടത്താൻ എതിർപ്പില്ലെന്ന് കടമാൻതോട് ജനകീയ സമിതി. മേപ്പാടി ബസ് സ്റ്റാൻഡ് 15-നകം തുറക്കും. ബസ് സ്റ്റാൻഡ് തുറക്കാൻ കാലതാമസം നേരിട്ടത് കോൺക്രീറ്റ് ഉണങ്ങാൻ വൈകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വയനാട് ന്യൂസ് ഇംപാക്ട്.
വിളവെടുപ്പ് സമയത്തെ വിലയിടിവ്, ജില്ലയിലെ കൊക്കോ കർഷകർ ദുരിതത്തിൽ. വിലയിടിവിന് കാരണം കൊക്കോയുടെ ഇറക്കുമതി. പുൽപ്പള്ളി താഴെയങ്ങാടി ജനവാസ കേന്ദ്രത്തിലെ വിദേശ മദ്യശാല മാറ്റിസ്ഥാപിച്ചതിന് പിന്നിൽ അഴിമതി നടന്നതായി KPCC ജനറൽ സെക്രട്ടറി KK അബ്രഹാം. മദ്യശാല മാറ്റത്തിന് പിന്നിൽ CPM-ഉം BJP-യും മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും KK അബ്രഹാം. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.